എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടു ഒന്ന് സഹായിക്കണം. എല്ലാവരും സഹായിക്കും. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കട്ടോ. ഈ ഉപ്പ പറഞ്ഞത് എന്റെ ഭാര്യയാണെങ്കിലും മരണപ്പെട്ടു, എന്റെ മകനും ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കൈവിടല്ലേന്ന് പറഞ്ഞ് ഈ ഉമ്മ വളരെ വേദനയോടുകൂടി നമ്മളോട് സഹായിക്കും. ഇല്ല, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ പുണ്യ നാളില് നിങ്ങള് നിങ്ങളെ മോന്റെ വേദന പറയുമ്പോ കാണുന്ന ആളുകൾ സഹായിക്കും കേട്ടാ. നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങളൊരു കിഡ്നി കൊടുത്ത് നിങ്ങളെ മോനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ ആരും ഈ സങ്കടം കാണാതെ പോലെ പ്രിയപ്പെട്ടവരെ, പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഈ ഉമ്മ ഈ പുണ്യ നാളിൽ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഒരു തവണ ഞാൻ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിഡ്നി നൽകി, പക്ഷെ നിർഭാഗ്യവശാല് ആ കിഡ്നി ഫെയിലായി. വീണ്ടും എന്റെ മോന് ഡയാലിസിസിലേക്ക് പോയി. ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വന്ന് എന്റെ മോന്റെ സങ്കടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു നേരം പോലും ദാഹം മാറി വെള്ളം കുടിക്കാൻ സാധിക്കാതെ എന്റെ മോൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്റെ മോന്റെ വേദന കണ്ട്, എന്റെ മോന്റെ സങ്കടം കണ്ട്, എന്റെ മോന്റെ ആ ഒരു രോഗത്തിന്റെ കാഠിന്യം കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നതെന്ന് പറഞ്ഞ് ഈ ഉമ്മ കരഞ്ഞുകൊണ്ട് നമ്മളോട് ആ സങ്കടം പറയുമ്പോ ആ സങ്കട വാക്കുകൾ, ആ വേദന നമ്മൾ ആരും തട്ടിമാറ്റി പോകല്ലേ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പുണ്യനാളിൽ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ച് ചെറുതും വലുതുമായ സഹായങ്ങൾ നിങ്ങൾ ചെയ്താൽ വളരെ വേദനയോട് കൂടിയിട്ടുള്ള വളരെ അത്യാസന്ന നിലയിലുള്ള 2 ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ആ 2 ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ, ആ 2 ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അകമഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളുടെ സഹായവും സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ പുണ്യ റമളാൻ നാളിൽ നിങ്ങളൊന്ന് സഹായിച്ചാൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നത് 2 ജീവനുകളാണ് പ്രിയപ്പെട്ടവരെ. പ്രവാസിയായ മുഹമ്മദ് റിയാസും ഷൈജലും വൃക്കകളും തകരാറിലായി വളരെ ഗുരുതരാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെച്ചില്ലെങ്കിൽ ജീവന് പോലും അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. റിയാസിന്റെ വീട്ടില് 3 കിഡ്നി രോഗികളായിരുന്നു. ഉമ്മ കിഡ്നി രോഗം കാരണം മരണപ്പെട്ടു. റിയാസിന്റെ പ്രിയപ്പെട്ട പിതാവിനും കിഡ്നി രോഗം പിടിപെട്ട് ഡയാലിസിസിന് പോലും യാതൊരു മാർഗവുമില്ലാതെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. വളരെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് ഇനി മുന്നോട്ട് ഡയാലിസിസ് പോലും ചെയ്ത് മുന്നോട്ട് അധികം പോകാൻ സാധിക്കാത്ത അത്രയും ശാരീരിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവസാന പ്രതീക്ഷ